ഹലോ ഗായ്സ്, ഇന്നൊരു ഡേറ്റിന് പോവാണ് കേട്ടോ. എൻഗേജ്മെൻറ്റിന് മുന്നേ ആയിട്ട് ഒരു പ്രീ എൻഗേജ്മെൻറ്റ് ഷൂട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ പിക്സൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ എന്തായാലും പോയി ചെക്ക് ചെയ്യുക. ആ ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള ഔട്ട്ഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനും ഏട്ടനും കൂടി പോകുന്നത്. കോഴിക്കോട് SM സ്ട്രീറ്റിൽ നിന്നാണ് എടുക്കാൻ വിചാരിച്ചത്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോയി. രാവിലെ തന്നെ കോഴിക്കോട് എത്തി. SM സ്ട്രീറ്റിൽ എത്തിയ ഉടനെ തന്നെ ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ. കാരണം ഞാൻ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതായതുകൊണ്ട് എനിക്കൊരു ചായ കുടിക്കാൻ തോന്നി. അപ്പോൾ SM സ്ട്രീറ്റിൽ തന്നെയുള്ള ഒരു ഷോപ്പിൽ നിന്നാണ്, പേരൊന്നും എനിക്കറിയില്ല, ഏതോ ഒരു ചായക്കടയിൽ കയറിയിട്ട് ഒരു പഴംപൊരിയും ചായയൊക്കെ കഴിച്ചു. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രധാന കാര്യങ്ങളിലേക്ക് കടന്നു. ആദ്യം എൻ്റെ ഔട്ട്ഫിറ്റായിരുന്നു നോക്കിയിരുന്നത്. അപ്പോൾ കുറച്ചെണ്ണം ഞാനിങ്ങനെ ട്രയൽ ചെയ്ത് നോക്കി. അതിൽ ഒരു എണ്ണം ഞാൻ എടുത്തു. ഏതാ എടുത്തതെന്നൊക്കെ നിങ്ങൾക്ക് ആ പിക്സ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഏട്ടനും ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അതും ഇതുപോലെ തന്നെ കുറച്ചൊക്കെ ഒന്ന് ട്രയലൊക്കെ ഇട്ട് എടുത്തു. ഇത് നമ്മൾ ഫോട്ടോഗ്രാഫറിനോടും ഒരു ഒപ്പീനിയനൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അല്ലാതെയും 1-2 ഡ്രസ്സ് ഏട്ടന് വേണ്ടിയിട്ട് എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഉച്ച കഴിഞ്ഞിരുന്നു കേട്ടോ. അതായത് ഒരു വൈകുന്നേരം ഉച്ചേൻ്റെയൊക്കെ ഇടയ്ക്കായിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും വിശന്ന് എൻ്റെ റിലേ പോയി നിൽക്കുമായിരുന്നു. പിന്നെ ഞാനൊരു ബിരിയാണിയും ഏട്ടന് മീൽസും ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ടോപ്പ് ഫോം എന്നായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. കോഴിക്കോടുകാർക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും SM സ്ട്രീറ്റിലെ ടോപ്പ് ഫോം. അവിടുത്തെ ബിരിയാണി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഫുഡ് കഴിച്ചിട്ട് വീണ്ടും സെയിം പരിപാടി. അങ്ങനെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും വാങ്ങി. ഞാനൊരു ഫുഡ് വെയറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാത്തിൻ്റെയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മളൊരു മൊമെൻറ്റ് എൻജോയ് ചെയ്യുന്ന ടൈമിൽ ഇതുപോലെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ മറന്നു പോകുന്ന സാഹചര്യം ഉണ്ടല്ലേ. ഇത് പിന്നെ ഞാൻ ഓൾറെഡി ഒരു വ്ളോഗ് പ്ലാൻ ചെയ്തുകൊണ്ട് ഞാൻ കുറേയൊക്കെ എടുത്തു, കുറേയൊക്കെ ഇതുപോലെ മറന്നുപോയി. പിന്നെ എപ്പോൾ മീറ്റ് ചെയ്താലും ഇതുപോലെ കൈ ഹോൾഡ് ചെയ്യുന്ന ഒരു വീഡിയോ എടുക്കേണ്ടത് എനിക്ക് നിർബന്ധമാണ്. അതെന്താണെന്നറിയില്ല, അങ്ങനെ ശീലിച്ചു പോയി. അപ്പം അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ വൈകുന്നേരമായി, ഏകദേശം എനിക്ക് പോകാനുള്ള സമയമായി. അതിന് മുന്നേ ഒരു ഫുഡ് അടിയും കൂടി ഉണ്ടായിരുന്നു. അത് ഒരു ഈവനിങ് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഒരു ബർഗർ കഴിക്കാനാണ് പോയത്. ഇത് മാങ്കാവുള്ളൊരു ഷോപ്പാണ് കേട്ടോ. ഇവിടുത്തെ ബർഗർ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ അങ്ങോട്ട് പോയത്. അതിനുശേഷം ഞങ്ങളൊരു സലൂണിൽ പോയി. എൻഗേജ്മെൻറ്റ് ടൈമിൽ എൻ്റെ ഹെയർ ഒന്ന് സ്റ്റൈൽ ചെയ്യുന്നത് ഒന്ന് ട്രയൽ നോക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തിരിച്ചു പോകാനായപ്പോഴേക്കും ആക്ച്വലി ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബസ് കിട്ടുന്നിടത്തേക്ക് എന്നെ ആക്കി തന്നു. അങ്ങനെ ഞാൻ ബസ്സിലാണ് കോഴിക്കോട് നിലമ്പൂർ വരെ വന്നത്. രാവിലെ തൊട്ട് രാത്രി വരെ കൂടെ ഉണ്ടായാലും നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് രണ്ടായിട്ട് പോകുമ്പോൾ ഭയങ്കര മിസ്സിങ് ആയിരിക്കും അല്ലേ. മേ ബി റിലേഷൻഷിപ്പുള്ള ആൾക്കാർക്കൊക്കെ അത് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ് നൈറ്റ് റൈഡ് എന്ന് പറയുന്നത് അല്ലേ. ഇത് ആക്ച്വലി നൈറ്റ് റൈഡ് എന്ന് പറയാൻ മാത്രം കുറേ റൈഡൊന്നും കിട്ടിയിട്ടില്ല, കുറച്ച് ദൂരമേ ഉള്ളൂ. എന്നാലും നമ്മളത് എൻജോയ് ചെയ്യണമല്ലോ. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് എന്നെ ബസ്സിലാക്കിയിട്ട് ആൾ ടാറ്റിൽ നിന്ന് പോയി. ഇനിയിപ്പോൾ എന്തായാലും എന്നാ കാണാമെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്തായാലും പ്രീ എൻഗേജ്മെൻറ്റ് ഷൂട്ടിൻ്റെ ഒരു വ്ളോഗ് വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺഡ്. ബൈ.